ഒരുപാട് നാളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ. വന്ന സമയത്ത് കുറച്ചും കൂടി ചോക്ലേറ്റ് ഹീറോ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഗോസിപ്സ് ഒക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ടോ? ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും പേരിനെ വെച്ചിട്ടായിരുന്നോ അതെയോ അഹങ്കാരി എന്നുള്ളതായിരുന്നോ, വഷളനായിരുന്നു, എന്തായിരുന്നു മെയിൻ ടാഗ്? പേരിനെ വെച്ചിട്ട് തന്നെയായിരുന്നു. ഓ ചുഗ്ലി. അതെ അതെ. എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ പറ്റി അപവാദം മൊത്തം പറഞ്ഞു നടത്തി? അല്ല, അന്ന് ആ സമയങ്ങളിൽ ഒരുപാട് സീരിയലുകളൊക്കെ അങ്ങനെ പേരായിട്ട് ഒരുമിച്ച് അഭിനയിച്ചു. ചിലപ്പോൾ എന്നെ വിളിക്കുമ്പോൾ എനിക്കൊരു പേരെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആ കുട്ടിയായിരിക്കും. അല്ലെ, ആ കുട്ടി വിളിക്കുകയാണെങ്കിൽ പേരെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഞാനായിരിക്കും. പേര് ഒരിക്കലും പറയില്ല. ചോദിക്കാൻ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നാവിന്റെ തുമ്പത്തിങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ പറയില്ല. പേരെന്താണ് കുട്ടിയുടെ? ഒരിക്കലും പറയില്ല. ഒരിക്കലും പറയില്ല. ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞൊരു നടി നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലാണ് ഞാൻ അറിഞ്ഞത്. അടിപൊളി. അപ്പൊ അങ്ങനെ നിങ്ങളെ പറ്റി ഗോസിപ്സ് ഒക്കെ വന്നു. പിന്നെ നിങ്ങൾ തന്നെ അത് മാറ്റി. എങ്ങനെ മാറി? അല്ല, മാറിയത് പിന്നെ കുറെ കാലം നമ്മൾ ഒരുമിച്ച് അങ്ങനെ സീരിയൽ വന്നിട്ടില്ല. പിന്നെ മാരേജായി, എന്റെ മാരേജായി, ആ കുട്ടിയുടെ മാരേജ്. അങ്ങനെ ഗോസിപ്സിന് നിങ്ങൾ വിരാമം പറഞ്ഞു. അത് പറഞ്ഞപ്പോ എന്താ ഒരു നെടുവീർപ്പിട്ടത്? അതായത് മുകളിലേക്ക് അതിന് ഒരു കുറവില്ല. അതായത് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. ശരിക്കും പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ഗോസിപ്പ് ഉണ്ടായില്ലേ നമ്മുടെ അദ്ദേഹം നടൻ ബാലയമട? എന്തായിരുന്നു ശരിക്കും സംഭവം? അത് സംഭവം ഒന്നുമില്ല. ഇതുപോലെ റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഫാൻ ഗേൾ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു. ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഉദ്ദേശിച്ചത് എന്താണ്, ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ടെലികാസ്റ്റ് ഒക്കെ വന്നപ്പം പല മീഡിയാസും അത് കേട്ടിട്ട് അപ്പം അതിനകത്ത് ഇങ്ങനെ ചോദിച്ചു, മീൻസ് കല്യാണം കഴിഞ്ഞപ്പോ തകർന്നു പോയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ വെറുതെ ഫണ്ണി ആയിട്ട് ചോദിച്ചതാ. പക്ഷെ അത് ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ എന്താ ഹെഡിങ് ആക്കി, കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ മനസ്സ് തകർന്നു എന്ന് പറഞ്ഞിട്ടാക്കി. പിന്നെ മീഡിയാസ് ഒരുപാട് പേര് വിളിച്ച് ഫോൺ കോൾ, കല്യാണം ആയോ, എന്നാണ് കല്യാണം, കഴിഞ്ഞോ, ഡേറ്റിംഗ് ആണോ എന്നുള്ള രീതിയിൽ കുറെ ഇങ്ങനെ വന്ന് കുറെ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്ന് കെട്ടഴിഞ്ഞ് ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലോ. അദ്ദേഹം ഇതിനെന്തെങ്കിലും റിയാക്ട് ചെയ്തിരുന്നു? അതായത് പ്രതീക്ഷയെ വിളിച്ചിട്ട് ഒരു ഇല്ല, ചേട്ടനും ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വാർത്തയും കൂടെ വന്ന് കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ എന്റെ ഫോട്ടോ വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ എല്ലാം പക്ഷെ ഈ ഗോസിപ്സ് ഒക്കെ വരുന്നത് ഇഷ്ടമാണോ പൊതുവെ? നിങ്ങൾക്ക് എങ്ങനെയാണ്? അതൊക്കെ വലിയ സംഭവമാണ്. ഗോസിപ്സ് ആക്ച്വലി അത് പണ്ടൊക്കെ ആയിരുന്നു. ഈ ഗോസിപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാരും പേടിക്കുക, അല്ലെങ്കിൽ അയ്യോ ഇഷ്യൂ. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അതിന്റെ വേറൊരു പേരാണ് വൈറൽ. വൈറലാവാന്ന് പറയുന്നത് ഇപ്പൊ ഒരു വലിയൊരു എന്താ പറയണ്ട ആവശ്യമുള്ള ഒരു ഘടകമാണ് വൈറലാവെന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരാളുടെ സമയത്തൊക്കെ ഒരു ഗോസിപ്പ് വരാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണ്ടേ, എന്നാലേ ഗോസിപ്പ് വരൂ. അല്ല, പഴയതൊക്കെ ഇതേപോലെ കുത്തിപ്പൊക്കായിരുന്നല്ലോ. ഒന്നും ചെയ്തില്ല ആൾക്കാര്, തളർത്തി തന്നെ. അപ്പൊ നമുക്ക് മനീഷിന്റെ ഈ തളർച്ചയിൽ നിന്ന് ഒന്ന് ഉണരാൻ മനീഷിന്റെ ഒരു പാട്ടാവാം. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. ഏത് പാട്ടാ? ഒരു ഹിന്ദി പാട്ട് പാടാം. ഹിന്ദി പാട്ട്, അടിപൊളി. ദോ ദിൽ മിൽ രഹേ ഹൈ മഗർ ചുപ്കെ ചുപ്കെ सबको हो रही है, सबको हो रही है खबर, चुपके चुपके हो दो दिल मिल रहे हैं मगर चुपके चुपके. चुपके